ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ബോട്ട് സ്റ്റോൺ 1000 ഒരു ചാർജിങ് ആവാത്ത ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളിതിൽ ചാർജിങ് കണക്ടർ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ എന്തായാലും കാണാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ചാർജിങ് സോക്കറ്റ് ആണെന്നാണ് നമ്മുടെ സബ്സ്ക്രൈബർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തപ്പോൾ നമുക്കിത് ചാർജിങ് കണക്ടറിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിലൊരു ചാർജർ കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മൾട്ടിമീറ്റർ DC മോഡ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി ടെർമിനലിൻ്റെ അക്രോസ് ബാറ്ററി കണക്ട് ചെയ്യുന്ന ഈ ഒരു പോർട്ടിൽ നമുക്ക് 4.2 വോൾട്ടാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 5.3 സംതിങ് വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ചാർജിങ് കണക്ടർ ഓക്കെയാണ്, അതുകൊണ്ടാണ് ഇവിടെ വോൾട്ടേജ് വരുന്നത്. പക്ഷേ ചാർജിങ് ഈ ഒരു IC കംപ്ലൈൻറ്റ് ആവാനാണ് ചാൻസ്. നമ്മളിതിൽ നോക്കിയാൽ തന്നെ അറിയാം, നമുക്കിവിടെ ചെറിയൊരു ബേണായ ഒരു ഇമേജ് കാണാനുണ്ട്. ഈ ഒരു IC ഡാമേജ് ആയതുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള സെയിം വോൾട്ടേജ് ഇവിടെ കിട്ടണം. നമുക്ക് ശരിക്കും ഇവിടെ കിട്ടേണ്ടത് 4.2 വോൾട്ടാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് ചാർജിങ് നടക്കാത്തത്. അപ്പോൾ നമുക്കിതിൽ വരുന്നത് ചാർജിങ് IC 4056 എന്ന് പറഞ്ഞൊരു IC ആണ്. അപ്പോൾ ഈ ഒരു IC നമുക്ക് ഇഷ്ടംപോലെ വേറെ ബോർഡുകളിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇതേപോലെ 3.7 വോൾട്ടിൻ്റെ ചാർജിങ് ബോർഡ് ഇതോടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ വരുന്ന സെയിം ചാർജിങ് IC ആണ് ഇതിലും വരുന്നത്. അപ്പോൾ ഈ ഒരു ചാർജിങ് IC ഡാമേജ് ആവുകയാണെങ്കിൽ നമുക്ക് ഇതിലെ ചാർജിങ് IC കിട്ടിയില്ലെങ്കിൽ ഇതിലെ യൂസ് ചെയ്യാം. സെയിം IC തന്നെയാണ് വരുന്നത്, 4056 എന്ന് പറഞ്ഞ IC ആണ്. അപ്പോൾ ഇതിലെ ഈ ഒരു ചാർജിങ് IC ഡാമേജ് ആവാനുള്ള കാരണം നമുക്ക് ഈ ഒരു ചാർജിങ് IC ഈ ഒരു ബാക്കിൽ ഈ ഒരു ബോർഡുമായിട്ട് നമുക്ക് സോൾഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് താഴെയാണ്. ഇതിൻ്റെ ശരിക്ക് കണ്ടോ, ഇതാണ് IC 4056 എന്ന് പറഞ്ഞ IC വരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ഹീറ്റ്, ഈ ICയിലുണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആവണത്. അപ്പോൾ ഈ ഒരു സോൾഡിങ് പ്രോപ്പർ ആയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഹീറ്റ് ആവണ IC ആണ്. അപ്പോൾ ഹീറ്റ് കൂടിയിട്ടാവാം ഈ ഒരു IC ബേൺ ആവാൻ ചാൻസ്. ഇത് പ്രോപ്പർ സോൾഡറിങ് ചെയ്തിട്ടില്ലെങ്കിൽ IC വീണ്ടും ബേൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഡീസോൾഡർ ചെയ്യേണ്ടത് നോക്കാം. അതേപോലെ പുതിയ IC റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീസോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ IC സോൾഡർ ചെയ്യുന്നതിന് മുന്നായിട്ട് ICയുടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഭാഗം നമുക്ക് ചെറിയൊരു സോൾഡറിങ് പോലെ കോട്ട് ചെയ്തെടുക്കുക. താഴെ ഭാഗത്തായിട്ട് നമുക്കത് കറക്റ്റ് മാർക്കിംഗ് നോക്കി കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ബോർഡിൻ്റെ താഴ്ഭാഗമാണ്. നമുക്ക് ഈ ഒരു താഴ്ഭാഗം നമുക്ക് സോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അത് ഫിക്സായി കിട്ടും. കണ്ടോ, അപ്പോൾ IC നമ്മൾ താഴ്ഭാഗം സോൾഡർ ചെയ്തുകൊണ്ട് IC കറക്റ്റ് അവിടെ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഓവറാവുന്ന ഹീറ്റ് നമുക്ക് ഈ ബോർഡിലേക്ക് ട്രാൻസ്ഫർ ആയിക്കുള്ള ICയിലേക്ക് വന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ICയുടെ ലെഗൊന്നും സോൾഡർ ചെയ്തിട്ടില്ല. ICയുടെ ഒരു ബാക്ക് ഒരു ഹീറ്റ് സർഫസ് മാത്രമേ നമ്മളിവിടെ ഈ ഒരു ബോർഡുമായിട്ട് സോൾഡർ ചെയ്തിട്ടുള്ളൂ. ICയുടെ ലെഗൊന്നും നമ്മൾ സോൾഡർ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് IC നമ്മൾ എടുത്താലും ബോർഡുമ്പോൾ തന്നെ ഫിക്സ് ആയിട്ട് കറക്റ്റ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ലെഗും കൂടെ സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെഗും കൂടെ എല്ലാം സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൾഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബോർഡായിട്ട് മൗണ്ട് ചെയ്യാൻ എപ്പോഴും മറക്കരുത്. അപ്പോൾ ഓവർ ഹീറ്റായിട്ട് ബേൺ ആവാനുള്ള ചാൻസ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൽ ചാർജർ കണക്ട് ചെയ്യാം.
ഇനി നമുക്ക് ബാറ്ററി ടെർമിനൽ അക്രോസ് വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കാം. മൾട്ടിമീറ്റർ DC മോഡ് ഇട്ടു. നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഉണ്ടോ 4 വോൾട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയോട് കണക്ട് ചെയ്തിട്ട് ചാർജിങ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഉണ്ടോ, അപ്പോൾ പ്രോപ്പർ ചാർജിങ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഐസി സോൾഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മൗണ്ട് പ്രത്യേകം ബോട്ടിലേക്ക് സോൾഡർ ചെയ്യാൻ മറക്കരുത്. അത്തരം കാര്യം തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.